യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഒന്നും മറ്റൊന്നുമല്ല, ചിലപ്പോൾ ഈ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ചില കൂട്ടുകാർക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി കാലം അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയും കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുക എന്ത് സംഭവിച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഗൂഗിളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പം ലഭിക്കുന്ന കാരണം എന്നാൽ നമ്മൾ വരുമാനം ആഗ്രഹിക്കുമ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്ന എനേബിൾഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം ആദ്യമൊക്കെ പണ്ടൊക്കെ 10,000 വ്യൂസ് മതിയായിരുന്നു ഈ ആഡ്സെൻസ് ഒന്ന് അപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ 4000 വാച്ച് ഹവേഴ്സ്. 4000 വാച്ച് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ 24,000 മിനിറ്റ് നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാർ കാണണം. അത്രയും മിനിറ്റ്സ് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണുവാണെങ്കിൽ നമുക്ക് ഇതിന് അപ്രൂവ് ആകത്തുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവർ ഈ മോണിറ്റൈസേഷൻ എനേബിൾ ആവും. ഇങ്ങനെ എനേബിൾ ആകുമ്പോൾ നമുക്ക് കുറച്ച് പരസ്യങ്ങൾ ലഭിക്കുമായിരിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ പരസ്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻകം ലഭിക്കുന്നതായിരിക്കും. നമ്മളെന്താ ടോപ്പിക് ഇതല്ല, ഇത് വരാതെ തന്നെ എങ്ങനെയാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുവാണ്. ഇപ്പോൾ ഇങ്ങനെ ഏണിങ്സ് ലഭിക്കുമ്പോൾ നമ്മുടെ ഓരോ വ്യൂസിനും ഇത്ര 0.0 അങ്ങനെ ജസ്റ്റ് പൈസ മാത്രമേ ലഭിക്കത്തുള്ളൂ. അങ്ങനെ ഒത്തിരി വ്യൂസ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഒരുമാതിരി ഇങ്ങനെ ലഭിക്കുന്നു. അത് ഒരു വീഡിയോ എന്നല്ല, ഒത്തിരി വീഡിയോ ലഭിക്കുകയാണെങ്കിൽ ഒരുമാതിരി ഒത്തിരി ഒന്നും കിട്ടത്തില്ല, ജസ്റ്റ് കുറച്ച് പൈസ കിട്ടുമായിരിക്കും. അത് നല്ല നമ്മുടെ വീഡിയോസ് വൈറലാകും. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ജസ്റ്റ് ഇപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ എങ്ങനെയാണ് ഏണിങ്സ് ലഭിക്കുന്നത്. ഇത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്, പുതിയ തുടങ്ങാവുന്നവർക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഷോർട്ട് ലിങ്ക്സിനെ കുറിച്ചാണ്. ഷോർട്ട് ലിങ്ക്സ് ഇത് ജസ്റ്റ് മാക്സിമം കുറേ പേർക്ക് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അത് ഓപ്പൺ ആക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നോക്കും. ജസ്റ്റ് ഞാൻ ഈ ബിറ്റ്ലി എന്ന് പറഞ്ഞ ഷോർട്ട് ലിങ്ക്സിൻ്റെ സൈഡിൽ ഓപ്പൺ ആക്കാൻ പോകും. ജസ്റ്റ് സൈനപ്പ് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ സൈനപ്പ് ചെയ്യണം, എന്നിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സൈനപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് ചെയ്ത് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ, ഇപ്പോൾ എൻ്റെ ചാനലൊരു വീഡിയോ ഞാനിപ്പോൾ ഓപ്പൺ ആക്കാൻ പോകും. ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ ഈ വീഡിയോ എടുക്കുകയാണ്. ഷെയർ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നു. പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഷോർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിന് ഷോർട്ടൻ ചെയ്ത് എൻ്റെ ലിങ്കിൻ്റെ വേറെ രീതിയിലൊരു വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. ജസ്റ്റ് വലിയൊരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. പിന്നെ ടെലിഗ്രാമിലോട്ട് ഓപ്പൺ ആക്കാൻ പോകും. ടെലിഗ്രാം ഓപ്പൺ ആക്കി എൻ്റെ ചാനലൊരു ഗ്രൂപ്പുണ്ട്. ജസ്റ്റ് ആ ഗ്രൂപ്പിലോട്ട് ജസ്റ്റ് കൊടുത്തു, ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് ഓപ്പൺ ആക്കി ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് വെബ്സൈറ്റിലോട്ട് പോവാം. വെബ്സൈറ്റിൽ പോയി ഡയറക്റ്റായിട്ട് ഓപ്പണായി. ഇത്രയുള്ള സംഭവം. ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ആ ഷോർട്ട് ലിങ്ക്സ് വഴി എങ്ങനെ ഏണിങ്സ് ലഭിക്കുന്നു പറയാം. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ എത്ര ഡോളറാണ് ഒരു ഇന്ത്യൻ റുപ്പി നോക്കുക. അതിനനുസരിച്ച് നമുക്ക് ഒരു വ്യൂസിന് ഇത്ര പോയിൻ്റ് പൈസ വെച്ച് തരും. അങ്ങനെ നമ്മുടെ ഇതിൽ വഴി ആ ലിങ്ക് വഴി കയറുന്നവർക്ക്, ഇപ്പോൾ നമ്മൾ ഒത്തിരി പേര് ആ ലിങ്ക് വഴി കയറുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് കയറുവാണെങ്കിൽ നമുക്ക് അതിന് നല്ല ഏണിങ്സ് ലഭിക്കുന്നതായിരിക്കും. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു കാര്യത്തിനാണ് കേട്ടോ. നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇതിനെക്കൊണ്ട് ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ടി കാണാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് സംഭവമാണ്. ഞാൻ ഒത്തിരി വീഡിയോ വലുതാക്കുകൊണ്ട് നിങ്ങൾക്ക് തോന്നാലും ജസ്റ്റ് അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊമോഷൻ കണ്ടന്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ ആപ്ലിക്കേഷൻസ്, ഒത്തിരി ആൾക്കാർ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ അവർ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന എൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെ ലഭിക്കും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ വലിയ വലിയ ചാനലുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എങ്ങനെ ഇതുപോലെ പ്രൊമോഷൻ ലഭിക്കാനുള്ള കണ്ടന്റ് ലഭിക്കുന്നു, അവരെങ്ങനെ ഇങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടി കൊടുക്കുന്നു, ഇതെങ്ങനെ പറഞ്ഞുതരാം. അവർ കൊടുക്കുക വലിയ ചാനലാണെങ്കിൽ വലിയ വ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. നമ്മളങ്ങനെ വലിയ ചാനലല്ല, ചെറിയ ചാനലാണ്, തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ലഭിക്കണം. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ടിക്ടോക്ക്, ജസ്റ്റ് ഇപ്പോൾ ടിക്ടോക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഉണ്ടായി. ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് സ്വൈപ്പ് ഇടുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കുറച്ച് പരസ്യങ്ങൾ കാണുമല്ലോ. നമ്മൾ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏണിങ്സ് ലഭിക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊന്നുമല്ല, പരസ്യങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഓരോ പരസ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓരോ പരസ്യ കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒത്തിരി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവരെ പരസ്യത്തിൽ പോയി കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
നിങ്ങൾക്ക് ചില ആൾക്കാർ ചെറിയ ചാനലുകൊണ്ട് തരത്തില്ല, നമുക്ക് പ്രൊമോഷൻ കണ്ടന്റ് വേണ്ടി നമുക്ക് അവരുടെ ആപ്ലിക്കേഷനെ പറ്റി തരത്തില്ല. ചില ആൾക്കാർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആൾക്കാരായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു ഏർണിങ്സ് ലഭിക്കുന്നു. ഇതുപോലെ തന്നെ പല ട്രാവൽ ട്രക്ക് അങ്ങനെ ടെക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ തപ്പി നോക്കുക. അപ്പോൾ ജസ്റ്റ് അവരുടെ കടയിൽ പ്രൊമോഷൻ അതിനുവേണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏർണിങ്സ് എടുത്തിരിക്കും. അപ്പോൾ ഞാൻ വേറെ ടെക്കുകാരെ കുറിച്ച് ഒരു ചാനൽ പറഞ്ഞുതരാം. ഇപ്പോൾ VideoBuddy ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ. അതിനെക്കുറിച്ച് ഞാൻ ലിങ്ക് കൊടുക്കുമായിരിക്കും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട ജസ്റ്റ് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ വാട്സാപ്പിൽ ഷെയർ ചെയ്തവരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ലക്കി ഡ്രോ ഉണ്ട്, ലക്കി ഡ്രോ ഫുള്ളാണെങ്കിൽ നമുക്ക് 2000 രൂപ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇന്ന് കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യത്തിലിടുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എൻ്റെ കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി നിങ്ങൾ പരസ്യം കാണുന്ന ഓരോ ഇതുണ്ടായിരിക്കും. ആ കമ്പനിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ എബോട്ടിൽ പോയി നിങ്ങളവരെ കോൺടാക്ട് ചെയ്ത് അവരെ പ്രൊമോഷൻ മേടിക്കാൻ നോക്കുക. ഇനി ഏറ്റവും വലിയ കാര്യം വേറെ ഡ്യൂ യു റെക്കോർഡ്. ഇപ്പോൾ മിക്ക ആൾക്കാർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഏർണിങ്സ് ലഭിക്കുന്നറിയാം. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിലുമ്പോൾ റെക്കോർഡ് ചെയ്തൊരു കണ്ടന്റ് ആണെങ്കിൽ ഇവിടെ സൈഡിൽ 3 ഡോട്ട് കാണുമല്ലോ, അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി ആഡ് പ്രൊമോഷൻ കൊടുക്കുക. വീഡിയോ അല്ല, ക്ലിക്ക് ചെയ്തിട്ട് ആഡ് പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രൊമോട്ടറാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഫ്രണ്ട് സൈഡിൽ ഇവരിപ്പോൾ ഏത് കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്നത് അവരതിൻ്റെ ഒരു പരസ്യവും നിങ്ങളുടെ വീഡിയോയുടെ മുന്നിൽ ഒരു 5 സെക്കൻഡ് പരസ്യം വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യൂസിന് ഇന്ന ഡോളർ അനുസരിച്ച് ആ ദിവസത്തെ ഡോളർ അനുസരിച്ച് എത്ര രൂപയാണ് ഒരു വ്യൂസിന് ലഭിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആ വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ഇട്ടിട്ടില്ല, അതല്ല ഇട്ടില്ലെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഈ ഡ്യൂ റെക്കോർഡ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉണ്ട്, പക്ഷേ വീഡിയോ ലോങ് ആകുന്നതുകൊണ്ട് നമ്മൾ പറയാതെ. അപ്പോൾ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ വേറെ കുറച്ച് ടിപ്സ് ഉണ്ട്, അത് അടുത്ത വീഡിയോ ഇടാം. ഇത് വളരെ വലുതായിപ്പോയി. ഓക്കെ, അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലത്തെ പുതിയ വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ലെറ്റ്സ് ബൈ.